എന്താ കുടരുന്നുണ്ടോ? Close your bloody mouth. Rishi. Yes, sir. Come on, jump. Abdul Salam. Enter Rabbe. Come on. Get up. Duck! Josh. Yes, sir. Come on. Jump. Siddiq. എനിക്ക് നീന്താൻ അറിയില്ല. Siddiq. Sir. Come on. Come on. അതാണ് എനിക്ക് നീന്താൻ അറിയില്ല സാർ. Come on. Get on this. എനിക്ക് നീന്താൻ അറിയില്ല സാർ. Get on this. അല്ലാ. Get on. പടച്ചോനെ. സാർ അവന് നീന്താൻ. Go back. I say go back. Come on, boys. Siddiq. Siddiq. Breathe. Come on. Siddiq. Come on. Siddiq. Siddiq. Are you all right? Yes, sir. Huh? Yes, sir. Are you all right? Come on. Yes, no problem. Go back. ഒരു വണ്ടിയും കാണുന്നില്ലല്ലോടി. ദാ ഒരു മിലിറ്ററി ജീപ്പ് വരുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. അളിയ കേട്ടണോ? ആ നായർ സാബാണോ അറിഞ്ഞാൽ അങ്ങനെ എങ്ങനെ അറിയാൻ? എന്താ ഒരു ഡൗട്ട്? പേടിത്തൊണ്ടന്മാരാണെന്ന് തോന്നുന്നു. അളിയ വിട്ടുപോയേക്കാം. കാണാൻ കൊള്ളാവുന്ന രണ്ട് പെൺപിള്ളേരെ ലിഫ്റ്റ് ചോദിച്ചിട്ട് തരാത്ത ഇവന്മാർ എവിടുത്തുകാരാ? വരുന്നത് കാണണോ? എങ്ങനെ? വാ അളിയ, നമുക്ക് പോവാം. എന്തു പറ്റി? വണ്ടി ബാക്കിലോട്ട്. എന്റെ പൊന്നളിയ പ്രശ്നമുണ്ട്. അളിയ ചേർത്ത് നിർത്ത്. മതി മതി മതി. आप लोग स्पेशल आर्मड ट्रेनिंग्स है ना? जी हाँ. हमें भी उसी रास्ते पे जाना है. लिफ्ट देंगे? विद प्लेजर. थैंक यू. കണ്ടോടെ എന്തോന്ന് രോമാഞ്ചം? അതെ അതെ, എനിക്കുണ്ട്. നിനക്കെന്തിന്? ഓ, അപ്പൊ നിനക്ക് മാത്രമേ ഉള്ളോ? ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. അല്ലടയാ, നമ്മളെന്തിനാ ചമ്മുന്നത്? മലയാളം കേട്ടിട്ട് അവർക്ക് എന്ത് പുല്ല് മനസ്സിലാവാ? അത് ശരിയാ. രണ്ടും പഞ്ചാബികളാണെന്ന് തോന്നുന്നു. ഈ ജാതി വിളഞ്ഞ സാധനങ്ങൾ അവിടെ കാണും. പോടാ. ആ ചുണ്ട് കണ്ടാൽ അറിഞ്ഞൂടെ? ബംഗാളികളാ.
വങ്കസുന്ദരികൾ. പോടാ വങ്ക. ഉം. വിളഞ്ഞ ഗോതമ്പിന്റെ നിറം, സൂര്യകാന്തി കണ്ണുകൾ, രവി ചലം ബിയാസ് നദികളുടെ പ്രശാന്തത. നാം ക്യാ ഹെ? പ്രഭ. പ്രഭ. അളിയ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ. ഇതല്ലാതെ മറ്റൊരു പേരും അവൾക്ക് ചേരില്ല. പ്രഭ, പ്രഭാമയി. तुम्हारा नाम क्या है? പാർവതി. പാർവതി, ശിവപാർവതി. മഞ്ഞു മൂടിയ മലകൾ, കൈലാസം, പ്രകൃതി പുരുഷ സംഗമം. അളിയ, കവിത വരുന്നളിയ. ഞാനിവളെ പാറു എന്ന് വിളിക്കും. അത് കൊള്ളാം. आप लोग आपस में बात करते ही रहेंगे या गाड़ी भी चलाएंगे? जरूर जरूर. Stop here. നിർത്തേ. Be careful. Thanks. See you. അല്ലേ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇനി ഒരിക്കലാവാം. മലയാളം. അയ്യോ, എന്തു പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. ആളറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കണം. അതെ, ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. എനിവേ, ഇറ്റ് വാസ് എ നൈസ് ജേർണി. താങ്ക് യു. പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പ്രഭ, നിങ്ങളുടെ ബ്രിഗേഡിയർ സാബിന്റെ മകൾ. അയ്യോ, ബ്രിഗേഡിയർ സാബിനോട് പേടിക്കണ്ട, ഞാൻ ഡാഡിയോട് ഒന്നും പറയില്ല. ആ, ഇതെന്റെ കൂട്ടുകാരി പാർവതി. ഹലോ. ഹലോ. എന്റെ ചേട്ടനെ റിംകുമാർ, 7 സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്. ഓ, അറിയാം. നിങ്ങൾ ട്രെയിനീസ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആന്റണി. ഞാൻ ഇവൻ ഗോപാലൻ. കോവാലനോ? അല്ല, ഗോപകുമാർ. അതെ, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാം ഗോപാല എന്നാ വിളിക്കുന്നത്. അല്ലേ അളിയാ? നിങ്ങളും അങ്ങനെ വിളിക്കുന്നതാണ് അവന് ഇഷ്ടം. ഓക്കെ ഓക്കെ. നീ എന്ത് മറ്റേടാ പറ കാണിച്ചത്? കാര്യം എന്താണെന്ന് പറ. എന്താ പ്രശ്നം? കാര്യം എന്ത്? എടാ, നിന്നെ എന്താ കാര്യം എന്ന് പറ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പം ഇവനൊരുമാതിരി തനി നസ്രാണിയുടെ സ്വഭാവ. നീ എന്തിനാ അവരോട് കോവാലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ? എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ അവനെ കയറി കോവാല 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 വിളിച്ചത് മോശമായി പോയി. അതൊന്നും ശരിയാ. അളിയ ഗോപകുമാറെ, അളിയന്റെ ഗ്ലാമറിന്റെ മുമ്പിൽ എന്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ? ഇനി അങ്ങനെ വിളിക്കൂ? ഇല്ല ഇല്ല, തീർന്നില്ലേ പ്രശ്നം? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വഴക്കിട്ടാലോ? ഗോപ, ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാലാന്ന് വിളിക്കത്തില്ല. എനിക്കറിയാം, അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഗോപാല, എടാ ഉപ്പുമാങ്ങ നസ്രാണി, നിന്നെ ഞാൻ തോറ്റ്